എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഷോർട്ട് ഗേൾസിന് പൊക്കം കുറഞ്ഞ പെൺകുട്ടിക്ക് കുറച്ചുകൂടെ ഹൈറ്റ് ഉള്ള മാതിരി തോന്നിക്കാനായിട്ട് പറ്റാമെന്നാണ്. ഇത് നമ്മുടെ അപ്പിയറൻസിലും അതുപോലെ തന്നെ ഫോട്ടോസിലും നമുക്കിത് റിഫ്ലക്റ്റ് ആകും. ഇതിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ടു ദ ഫാമിലി. വീഡിയോ കണ്ടു നോക്കുക, ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹൈ വേസ്റ്റഡ് ആയിട്ടുള്ള പാൻസ് യൂസ് ചെയ്യുക. കാര്യം നമ്മൾ ലോ വേസ്റ്റഡ് ആയിട്ടുള്ള പാൻസ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ കട്ട് ഉണ്ടല്ലോ അത് താഴോട്ട് വരും. അപ്പോൾ നമ്മുടെ കാലിൻ്റെ ലെങ്ത്ത് കുറഞ്ഞതുപോലെ കാണിക്കും. സോ അത് വീണ്ടും നമ്മൾ പൊക്കം കുറഞ്ഞ ഒരു കുട്ടി മാതിരി തോന്നും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഹൈ വേസ്റ്റഡ് ആയിട്ടുള്ള പാൻസ് ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റൈലിഷ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കാലിന് നല്ല ലെങ്ത് ഉള്ള മാതിരി തോന്നും. സോ അത് നമുക്ക് കുറച്ചുകൂടെ ഹൈറ്റ് ഉള്ള പോലെയും തോന്നും. അതുപോലെ തന്നെ ക്രോപ്പ് ടോപ്സ് യൂസ് ചെയ്യുക. ക്രോപ്പ് ടോപ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൈറ്റ് കുറച്ചുകൂടെ ഉള്ള മാതിരി തോന്നും. കാര്യം നമുക്ക് കുറച്ചുകൂടെ ചെറുതായിരിക്കുമല്ലോ, ടോപ്പ് വളരെ ചെറുതായിരിക്കുന്നതുകൊണ്ട് തന്നെ കാലിൻ്റെ ഭാഗം കൂടുതലായിട്ട് കാണും. സോ അത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും ഹൈറ്റ് കൂടുതലായിട്ട് തോന്നിക്കാനായിട്ട്. പാവാടയുടെ കേസസിലും അതാണ്. നമ്മൾ ലോങ് സ്കേർട്ട്സ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഹൈ വേസ്റ്റഡ് ആയിട്ട് ചെയ്യുക. പണ്ടത്തെ മാതിരി താഴെ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പൊക്കം കുറഞ്ഞ മാതിരിയും പാവാട ചെറുതായിട്ട് തോന്നും. സോ ഹൈ വേസ്റ്റഡ് ആയിട്ടുള്ള സ്കേർട്ട്സ് ആണ് ഇപ്പോൾ ട്രെൻഡിലുള്ളത്. അത് നമുക്ക് പൊക്കം കൂടുതലായിട്ട് തോന്നിക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക. ഹൈ വേസ്റ്റ് ബോട്ടം ചൂസ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് വരുന്നത് വൈഡ് പല്ലാസോ ഒഴിവാക്കുക. കുർത്തിയുടെ ഒപ്പം ആയാലും അതല്ല ഷോർട്ട് ടോപ്സിനൊപ്പം ആയാലും ഒത്തിരി വൈഡ് ആയിട്ടുള്ള പല്ലാസോസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പല്ലാസോൻ്റെ അവിടെ ആ താഴ്ഭാഗത്ത് ഫോക്കസ് പോകുമ്പോൾ നമ്മൾ കാണുന്നവർക്ക് പെട്ടെന്ന് നമ്മുടെ ആ ഒരു മുകളിലത്തെ ഭാഗം ഉണ്ടല്ലോ അപ്പർ ബോഡി അതിൽ അത്രയ്ക്ക് അങ്ങോട്ട് കോൺസെൻട്രേഷൻ പോകത്തില്ല. ഇവിടെ ഇങ്ങനെ ലൂസായിട്ട് കിടക്കുമ്പോൾ ആ കാല് ഭയങ്കര ഷോർട്ടായിട്ട് തോന്നിക്കാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങൾ നാരോ പാൻസ് ഉണ്ടല്ലോ, നല്ല രീതിയിൽ നാരോ ആയിട്ടുള്ള പാൻസ് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് നമ്മുടെ കാല് കുറച്ചുകൂടെ നീളമുള്ളത് മാതിരി തോന്നിക്കും. പല്ലാസോ നമുക്ക് നല്ല രീതിയിൽ ഷോർട്ട് ആയിട്ടുള്ളതുപോലെ കുറച്ച് വണ്ണം ഉള്ളതുപോലെയൊക്കെ തോന്നിക്കും കേട്ടോ. നിങ്ങൾ വൈറ്റ് പല്ലാസോസ് ഒഴിവാക്കിയിട്ട് നാരോ പാൻസ്, സിഗരറ്റ് പാൻസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എ ലൈൻ കുർത്തീസ് യൂസ് ചെയ്യുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ആയിട്ട് വരും. നമ്മുടെ ഇവിടെ മുതൽ താഴെ വരെ നല്ല രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് വരും. ഷോർട്ട് കുർത്തീസിനെക്കാളും ഷോർട്ട് ടോപ്സിനെക്കാളും എ ലൈൻ കുർത്തീസ് ഹൈറ്റ് തോന്നിക്കാൻ ബെസ്റ്റാണ്. സോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എ ലൈൻ കുർത്തീസും യൂസ് ചെയ്യാം. നമ്മൾ യോക്കിൻ്റെ അവിടെ കട്ട് വരുന്ന ഡ്രസ്സസ് ഉണ്ടല്ലോ അത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് പൊക്കം കുറഞ്ഞതുപോലെ തോന്നും. അതുപോലെ തന്നെ ഫ്രോക്സ് ഉണ്ടല്ലോ നമ്മുടെ അരയുടെ അവിടെ വന്നിട്ട് ഒരു സ്റ്റിച്ച് വരും. അങ്ങനത്തെ ടോപ്സും നമുക്ക് നല്ല രീതിയിൽ പൊക്കം കുറഞ്ഞതുപോലെ തോന്നിക്കും. ആ ഒരു ഭാഗത്ത് കട്ട് വരുന്നത് കൊണ്ട് തന്നെ ബോഡീനെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഒരു ഡ്രസ്സ് സഹായിക്കും. സോ നമുക്ക് ആ ഒരു കണക്ടിവിറ്റി കിട്ടത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ എ ലൈൻ ടോപ്പ് ആകുമ്പോൾ നല്ല രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ടുണ്ടാവും. സോ നമുക്ക് നല്ല പൊക്കമുള്ള മാതിരി തോന്നിക്കും. ഇനി അടുത്തതായിട്ട് നമുക്ക് വി നെക്ക് ടോപ്സ് യൂസ് ചെയ്യാം. നിങ്ങൾ കഴുത്ത് ഇറക്കുന്നുണ്ടെങ്കിൽ വി നെക്കായിട്ട് ഇറക്കുക. ബ്ലൗസിനായാലും കുർത്തീസിനായാലും നെക്ക് ഇങ്ങനെ ഇറക്കി ചെയ്യുമല്ലോ, ആ സമയത്ത് വി നെക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. നമ്മൾ കുറച്ചുകൂടെ ഹൈറ്റ് ഉള്ള മാതിരി തോന്നിക്കും. നമ്മുടെ ഡ്രസ്സ് ഒരു റൗണ്ട് നെക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് വി നെക്കുള്ള ചെയിൻ എങ്കിലും യൂസ് ചെയ്യുക. നെക്ലെസ് ചെയിൻ ഒക്കെ വി നെക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലുക്ക് തരാനും ഒരു താഴോട്ട് വരുന്ന മാതിരി ഒരു, ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു, ആ ഒരു ലെങ്ത് തോന്നിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾ ഒന്നുകിൽ വി നെക്ക് ആയിട്ടുള്ള ഡ്രസ്സസ് യൂസ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി നിങ്ങൾക്ക് മാച്ച് ആവുന്ന രീതിക്ക് വി നെക്ക് ആയിട്ടുള്ള നെക്ലസ്, പെൻഡൻ്റ് ഒക്കെ വരുന്ന ചെയിൻസ് ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതും നമ്മളെ കാണുമ്പോൾ തന്നെ പെട്ടെന്നൊരു ലെങ്തി ആയിട്ടുള്ള കുറച്ച് ടോൾ ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തതായിട്ട് വരുന്നത് നിങ്ങൾ വെർട്ടിക്കൽ സ്ട്രാപ്സ് ഉള്ള ഡ്രസ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിപ്പോൾ നമ്മുടെ ടോപ്സിലായാലും അതുപോലെ ഷർട്ട് ഉണ്ടല്ലോ, ഷർട്ട്, ട്രൗസേഴ്സ്, പാൻസ് ഒക്കെ വെർട്ടിക്കൽ സ്ട്രൈപ്സ് വരുന്നത് യൂസ് ചെയ്യുക. കുർത്തിയിൽ വളരെ കുറവാണ്, പക്ഷെ സാരിയിലും നല്ല രീതിയിൽ വെർട്ടിക്കൽ സ്ട്രൈപ്സ് ഉണ്ടാവും. അത് നമുക്ക് നല്ല വണ്ണമുള്ളവരാണെങ്കിൽ പോലും മെലിഞ്ഞിട്ട് തോന്നിക്കാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പൊക്കം കുറവാണെങ്കിൽ പൊക്കം തോന്നിക്കാനും ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾ വെർട്ടിക്കൽ സ്ട്രൈപ്സ് ഉള്ള ഡ്രസ്സ് ചൂസ് ചെയ്യുക. നമുക്ക് നല്ല രീതിയിൽ ഫ്രോക്കൊക്കെ കിട്ടും. ഫ്രോക്ക്, ഷർട്ട്, സാരി, അതുപോലെ സ്കേർട്ടൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എന്ത് കൈൻഡ് ഓഫ് ഡ്രസ്സ് ആയാലും വെർട്ടിക്കൽ സ്ട്രാപ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പൊക്കം തോന്നിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനി വാങ്ങുമ്പോൾ അതും കൂടെ മനസ്സിൽ വെച്ചേക്കാം. ഇനി അടുത്തതായിട്ട് വരുന്നത് നിങ്ങൾ ന്യൂഡ് ഹീൽസ് യൂസ് ചെയ്യുക. ചെരുപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് ന്യൂഡായിട്ടുള്ള പോയിന്റഡ് ഹീൽസ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ. കാരണം ബൾക്കി ഹീൽസ് ഉണ്ടല്ലോ, നമ്മുടെ വെഡ്ജസ് ഒക്കെ വരത്തില്ലേ, അത് നമ്മൾ നല്ല രീതിയിൽ
ഷോർട്ടാക്കി തന്നെ വീണ്ടും കാണിക്കും. പക്ഷെ നമ്മൾ പോയിന്റഡ് ഹീൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ടോൾ ആയിരിക്കും. ഒബ്വിയസ്ലി നമ്മൾ ഹീൽസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പൊക്കം കിട്ടും. എന്നിരുന്നാൽ പോലും നല്ല രീതിയിൽ ഷോർട്ട് ആയിട്ടുള്ളവരാണെങ്കിൽ വെഡ്ജസ് യൂസ് ചെയ്യുന്നതിന് പകരം ഒബ്വിയസ്ലി അതാണ് കംഫർട്ടബിൾ ആയിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഒക്കേഷണലി എന്തെങ്കിലും ഫങ്ഷൻസിനൊക്കെ പോയിന്റഡ് ഹീൽസ് യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ ആയവർക്ക് നല്ല തിന്നായിട്ടുള്ള ഹീൽസ് യൂസ് ചെയ്യാം. വെഡ്ജസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ ബൾക്കി ചങ്കി ആയിട്ടുള്ള ചെരുപ്പൊക്കെ ഉണ്ടല്ലോ, അതൊന്നും യൂസ് ചെയ്യരുത്. നല്ല സ്ലിം ആയിട്ട് ന്യൂഡായിട്ട് നല്ല നാരോ ആയിട്ട് വരുന്ന ഹീൽസുള്ള ഷൂസ് യൂസ് ചെയ്യുക. ഷൂസ് അല്ലെങ്കിൽ സാൻഡൽസ് എന്തായാലും ഫുഡ് വെയർ അങ്ങനെ നോക്കി മേടിച്ച് യൂസ് ചെയ്യുക. അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹൈറ്റ് തോന്നിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്തതായിട്ട് ഡ്രസ്സൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് കുർത്തയായാലും അതുപോലെ തന്നെ നമ്മൾ പാൻറ്റും ടോപ്പും ഒക്കെ ആണെങ്കിലും അതുപോലെ നമ്മൾ പലാസോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ കളർ സോളിഡ് ആയിട്ട് യൂസ് ചെയ്യുക. നമ്മുടെ മുകളിലുള്ള ആ കളർ തന്നെ താഴെ യൂസ് ചെയ്യുക. പാൻറ്റും ടോപ്പും ഒക്കെ ആണെങ്കിൽ പോലും ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക്, പിങ്ക് ആൻഡ് പിങ്ക്, വൈറ്റ് ആൻഡ് വൈറ്റ് അങ്ങനെ സോളിഡ് ആയിട്ട് മുകളിലും താഴെയും ഒരേപോലെ വരുന്ന കോമ്പിനേഷൻസ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കുറച്ച് ലൂസ് ആയിട്ടുള്ള ഷർട്ട്സ് അതിനൊപ്പം ട്രൗസേഴ്സ് എല്ലാം ഒരേപോലെ മുകളിലുള്ളത് ഏത് കളറാണോ അത് തന്നെ താഴെയും യൂസ് ചെയ്യുക. സോളിഡ് കളേഴ്സ് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പ്രിൻ്റൊക്കെ വരുന്നത് നമുക്ക് വന്നിട്ട് പൊക്കം വീണ്ടും കുറഞ്ഞതുപോലെ കാണിക്കും. പക്ഷെ നമ്മൾ സോളിഡ് കളേഴ്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ഹൈറ്റ് ഉള്ള പോലെ തോന്നിക്കും. സോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സോളിഡ് കളേഴ്സ് ട്രൈ ചെയ്യാം. പിന്നെ നല്ല ഫാഷനബിൾ ആയിരിക്കും, നല്ല ഭംഗിയായിരിക്കും കേട്ടോ, കാണാനായിട്ട് സ്റ്റൈലിഷ് ലുക്കും കിട്ടും. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹൈ ബൺസ്, ഇതുപോലത്തെ ഹൈ ബൺസ് ഉണ്ടല്ലോ, ഇത് കെട്ടുക. അപ്പോൾ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ തല ഇങ്ങനെ കുറച്ചൊന്ന് ചരിച്ചിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ടോൾ ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടും. സോ നമ്മുടെ ഫോട്ടോസിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ ടോളായിട്ട് കുറച്ചുകൂടെ ലെങ്തി ആയിട്ട് കാണിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ സ്റ്റൈലും ട്രൈ ചെയ്യാം. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് ടോപ്പ് ബൺ ഹെയർ സ്റ്റൈൽ. സോ നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഇത് വർക്കാവും. ഇനി അടുത്തതായിട്ട് എസ്പെഷ്യലി ഫോട്ടോസിൽ നമ്മൾ നല്ല ഹൈറ്റ് തോന്നിക്കാനായിട്ട് നമ്മൾ ഒരു ലോവർ ആംഗിളിൽ നിന്ന് ഫോട്ടോ എടുക്കുക. നമ്മുടെ കാലിൻ്റെ ഭാഗത്തു നിന്ന് മുകളിലോട്ട് നോക്കിയിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് പറയുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ നല്ല ടോളായിട്ടുള്ള മാതിരി തോന്നും. സോ നമുക്ക് ആ ഒരു ഷോർട്ട് ആ ഒരു ഇത് അത്ര താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഫോട്ടോസിൽ നല്ല രീതിയിൽ താഴത്തെ ആംഗിൾ ലോവർ ആംഗിളിൽ ഫോൺ വെച്ചിട്ട് മുകളിലോട്ട് ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഹൈറ്റ് ഉള്ള പോലെ തോന്നും. ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നതാണ്. ഈവൻ പേഴ്സണലി ഞാൻ പോലും ട്രൈ ചെയ്യുന്നതാണ്. ഫുൾ ലെങ്ത് ഫോട്ടോ എടുക്കുമ്പോൾ താഴെ വെച്ചിട്ട് മുകളിലോട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഹൈറ്റ് തോന്നിക്കും. അതുപോലെ തന്നെ നല്ല ഷേപ്പും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇത്ര നേരം പറഞ്ഞ ഹാക്സ് ഒക്കെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. നിങ്ങൾ ഷോർട്ട് ഗേൾസ് ആണെങ്കിൽ ഈ ടിപ്സിൽ എല്ലാം തന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ദെൻ ഇത്ര നേരം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ ബൈ.